ഹായ് ഗായ്സ്, ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് തുല്യത പ്ലസ് ടുവിൻ്റെ 2025 എക്സാം പേപ്പറും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ആയിട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൊല്ലിക്ക് എത്ര നിനക്ക് രസമെടോ കൃഷ്ണനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരാമർശം ആരുടേതാണ്? ഓപ്ഷൻ തന്നിട്ടുള്ളത് ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കർണൻ. ഇപ്പം ആൻസർ വരുന്നത് ഗാന്ധാരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഗ്നിച്ചിറകുകൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാര്? ഡോക്ടർ APJ അബ്ദുൽ കലാം, KR നാരായണൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻസർ വരുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ക്വസ്റ്റ്യൻ വരുന്നത് പത്രമാധ്യമങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായി വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? നാടകം, സിനിമ, മാധ്യമം. എന്താണ്? മാധ്യമമാണ് കേട്ടോ ആൻസർ. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ എഴുതിയത് ആര്? പുനത്തുൽ കുഞ്ഞബ്ദുള്ള, M മുകുന്ദൻ, D പത്മനാഭൻ. ആൻസർ D പത്മനാഭൻ. നെക്സ്റ്റ് നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഉദ്ബോധനമെന്ന കവിതയിൽ നട്ടെല്ലു വളയ്ക്കാതെ എന്തു ചെയ്യണമെന്നാണ് കവി പറയുന്നത്? ധീരനായി മുന്നോട്ട് ചാടിക്കുതിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ലാസ്റ്റ് ചാപ്റ്റർ എന്നാണ്, ജൈവ കൃഷിയിൽ നിന്നാണ് വരുന്നത്. അതായത് മണ്ണിൻ്റെ വളക്കൂറ് കുറയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണമായി കണ്ടെത്തുന്നത് എന്താണ്? അമിതമായ രാസവള ഉപയോഗം, ജൈവവള പ്രയോഗം, കൃത്യമായ പരിചരണം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അമിതമായ രാസവള ഉപയോഗമാണ് മണ്ണിൻ്റെ വളക്കൂറ് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം. അടുത്തത് ചേരുംപടി ചേർക്കാനാണ് തന്നിട്ടുള്ളത്. തകഴി, അതായത് ഈ സൈഡിൽ തന്നിട്ടുള്ളത് തകഴി ശിവശങ്കരപ്പിള്ള, മാർഗം കളി MT വാസുദേവൻ നായർ, തള്ളക്കോഴി S ജോസഫ്. നമുക്ക് ഈ ഭാഗത്ത് അതിന് നേരെയായിട്ട് വരുന്നത് തന്നിട്ടുള്ളത് ഉപ്പൻ്റെ കൂവൽ, മാതൃത്വത്തിൻ്റെ പ്രതീകം, ചെമ്മീൻ, സുഹൃതം, നാടൻ കല. അപ്പോൾ നമുക്ക് നോക്കാം മാച്ച് ചെയ്ത്. തകഴി ശിവശങ്കരപ്പിള്ള വരുന്നത് ഏതാണ്? വെള്ളപ്പൊക്കത്തിലാണ് കേട്ടോ. അപ്പം അത് ഏതെന്ന് എടുത്തിട്ടുള്ളതാണ്? ചെമ്മീനാണ്. അടുത്തത് മാർഗം കളി, നാടൻ കല, MD വാസുദേവൻ നായറിൻ്റെ വരുന്നത് ഏതാണ്? സുഹൃതമാണ്, അതായത് തിരക്കഥ. അടുത്തത് തള്ളക്കോഴി വരുന്നത് ഏതാണ്? ത്തിൻ്റെ പ്രതീകം. S ജോസഫിൻ്റെ ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ തന്നത് താഴെ ചേർത്തിട്ടുള്ള ഗദ്യഭാഗം വായിച്ച് 8 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം എഴുതുക. സ്കോർ 2 വീതം. നമ്മുടെ മാധ്യമങ്ങൾക്ക് കല്ലച്ചിൽ അച്ചടിച്ചിരുന്ന പൂർവ്വകാലം മുതൽ നവമാധ്യമങ്ങൾ വരെയുള്ള സുദീർഘമായ ചരിത്രമുണ്ട്. പരമ്പരാഗത രീതിയിൽ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയം ചെയ്യുന്ന സമ്പ്രദായവും ഇന്ന് നിലനിൽക്കുന്നു. നവീന പത്രമാസികകളുടെ ചരിത്രം ആരംഭിക്കുന്നത് വ്യവസായ വിപ്ലവത്തോടെയാണ്. മുതലാളിത്ത വ്യവസ്ഥിതിയുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് അന്നത്തെ വളർച്ച. 25 ലക്ഷത്തോളം പത്രങ്ങളാണ് നിത്യേന കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. മലയാളികളുടെ ഇഷ്ടപ്പെട്ട സാംസ്കാരിക മുദ്ര പത്രവായനയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യകാലത്ത് പത്രമാധ്യമങ്ങൾ അച്ചടിച്ചത് ഏത് തര ഉപകരണം ഉപയോഗിച്ചാണ്? ഇതിൻ്റെ ആൻസർ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾക്ക് കല്ലച്ചിൽ അച്ചടിച്ചിരുന്ന പൂർവ്വകാലം മുതൽ. അപ്പോൾ അത് ആൻസർ മാത്രം വരുന്നത് കല്ലച്ചിൽ എന്നാണ്. നവീന പത്രമാസികകളുടെ ആരംഭം കുറിച്ചത് ഏതു കാലത്താണ്? ആൻസർ വരുന്നത് വ്യവസായ വിപ്ലവത്തോടെ കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ, പത്രമാധ്യമത്തിൻ്റെ വളർച്ചയുടെ പടവുകൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്? മുതലാളിത്ത വ്യവസ്ഥിതിയുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് അന്നത്തെ വളർച്ച. ഇത്രയുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ, സൈനിങ് ഓഫ്.